വരികടാ എല്ലാവരും, നമുക്ക് നിങ്ങൾക്ക് കിണർ വെച്ചിട്ട് ഇനി വിശ്രമമുള്ളൂ. ഇതാണ് ഫൂണ്ടീൻ്റെ പേരാ. അതെ, വേറെ വിറ്റുണ്ട് കേട്ടോ. അതിൽ കിണർ വെച്ചിട്ട് വെള്ളം കാലം കണ്ടില്ല എന്തെങ്കിലും നമ്മളെ രണ്ടാളി ഇവിടെ പിടിച്ചേക്കും. വെള്ളം കിട്ടിയിട്ട് പോയാൽ മതി അറിയും. ഫൂണ്ടി ഇല്ലല്ല, ഏറ്റ പാവങ്ങളാണ് ഇവൽക്കേ. നമ്മളിപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കും. ഇവൽക്കിപ്പോൾ ഇതൊരു പ്രതീക്ഷയായി. നമുക്കിത് എന്ത് വന്നാലും കുഴപ്പമില്ല. എത്തടി എൻ്റെ പേര്? വാട്ട് ഇസ് യുവർ നെയിം? നാമ പേരെന്താണെങ്ങനെ ചോദിക്കുക? പേരെന്താണെങ്ങനെ ചോദിക്കുക? ജിനലാക്കെ ജിനലൊക്കെ നാനി പറഞ്ഞാല് പേരെന്താന്നല്ലേ ചോദിക്കുക? അത് ബട്ടർ നാനി. എടുത്താലല്ലേ ജിനലാക്കോ ജിനലാക്കോ ചോദിക്കണം. ഇപ്പൊ വേറെ താത്ത അങ്ങോട്ട് വരുന്നീ. കലാമിയോ? ഇത് താത്തൻ്റെ നോട്ടം ശരിയില്ല കേട്ടോ, അല്പം അടിക്കുക. ഫൂണ്ടിൻ്റെ പേരെത്തി. ദിസ് ഈസ് ദ ഹൗസ് ഓഫ് പൂണ്ടി. ഇവിടെ എല്ലാവർക്കും പേരുണ്ടാക്കി കൊടുക്കുന്ന ആള് മൂപ്പരാണെങ്കിൽ പൈസ ഉണ്ടാവുമല്ലോ. ആവല്ലേ കുറച്ചോനെ നായുണ്ടെങ്കിൽ ടൈസൺ എന്നതിൻ്റെ പേര്. പേടിയുള്ള സാധനം കയറല്ല. സിംഹമാണെങ്കിൽ ഞാൻ പോയി കെട്ടിപ്പിടിക്കും. എന്തൊരു പുച്ഛം അല്ലേ? ഞാൻ എനിക്കറിയണല്ലേ. ഇവിടെ ആകുമ്പോൾ അടുപ്പ് കത്തുണ്ടേതല്ലേ, നമ്മൾ കുറേരി ഇവിടുന്ന് ഉണ്ടാക്കാം. കിണറൊക്കെ ഉണ്ടാക്കിയത് അറിഞ്ഞ് വന്നോലെ നമ്മൾ തന്നെ കുറേരി കഞ്ഞാ. ഇവല് ഒരു മാസമൊക്കെ ആവും അത് കുഴിച്ച് കഴിയാന്നാ പറഞ്ഞത്. ഇവലെ പണി പറഞ്ഞാൽ ഇവല് കാണുന്ന ആരോഗ്യമുള്ളൂ, ഇവല് പറ്റ സ്ലോവാ പണിയിൽ. അതുകൊണ്ട് അവലൊരു മാസം കാരണം ആ കിണർ കുഴിക്കാൻ 2 ദിവസം തേച്ച് വേണ്ട. ആ കിണർ വലുതാക്കാൻ ആയം കൂട്ടാനും നമ്മൾ പറഞ്ഞു നമ്മളും പണിക്ക് ഇറങ്ങാറിഞ്ഞ്. അങ്ങനെ നമ്മള് തന്നെ അപ്പൊ മകനോട് സംസാരിക്കണം ആദ്യം. മറ്റേ കിണർ വെച്ച് പൗതിയാവുമ്പളേ മോ വന്നേൽ പൈലിട്ട് മൂടും നമ്മളെ. എന്തേ സമ്മതിക്കൂല? നമുക്ക് സംസാരിച്ചാൽ ഇപ്പൊ എന്നാലല്ലേ നാളെ പണിയൊന്നും കഴിയുള്ളൂ. ഇത് മറ്റേ സിനിമ ദിലീപ് കിണർ വയ്ക്കാൻ വന്ന മാതിരി മൊത്തം പ്രശ്നങ്ങളുള്ളൊരു ഗ്രാമത്തിൽ നമ്മളുള്ളത്. വെള്ളം കിട്ടാതെ പോയില്ല. ഓലിപ്പോ എന്താ പറയാ, പടവ് ചെയ്യാനൊക്കെ വേണ്ടി അങ്ങനെ 1 മാസല്ലേ കിണറൊന്ന് വലുതാക്കുക. 2 മരം കുത്തുക സൈഡിലൊക്കെ, എന്നിട്ട് ഇങ്ങനെ സിങ്കാപ്പി വെച്ചിട്ട് ഒരു കപ്പി സിങ്കാപ്പി ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുക. ആ ആ ആ അതിന്റെ മോനെ കുളിക്കണ്ടോ? ആ മൂപ്പരെ മോനെ ചെയ്യുമല്ലോ. അതായത് ഇപ്പം ഇവിടെ പണിയെടുത്ത ഒരു കിണറുണ്ട്, കണ്ടിട്ട് പറഞ്ഞിട്ട് അവിടെ നമുക്ക് അതാ എന്റെ മോനെയാ പറഞ്ഞേ. മുത്തിയുടെ മോനാണ് എന്നെ വിളിച്ചതാണ്. ആ എന്റെ മോനെയാണ്. അപ്പച്ചി മോനായി. ഇത് കുളിമുറി സെറ്റപ്പ് അല്ലേ? ഇവര് വലിയ പരിപാടിയൊക്കെ 1 മാസമൊക്കെ നിന്ന് കിണർ വയ്ക്കാൻ മാത്രം. എന്താ ഇത് പെട്ടെന്ന് വെച്ച് നാളെ തന്നെ വെള്ളം, മറ്റന്നാളെ പാല് കാച്ചൽ ആ കള്ളാണ്. ഇപ്പൊ എന്താ പറയണേ, ഒരു ഫൂട്ടിനാണ് ഇവനക്ക് പൈസ പറയണത്. ഒരു ഫൂട്ട് ഉണ്ടാക്കാന് അതായത് 1 ദിവസം കൊണ്ട് തീർക്കൂല്ലേ, അതിന് ഓന് 3000 ഒപ്പമുള്ളവർക്ക് 1000, അങ്ങനെ 2 ഹെൽപ്പർ ഉണ്ടാവും 5000. ഞാൻ പറഞ്ഞത് ഇങ്ങക്കാണ് വെള്ളം അതെ ഇവര് ഇങ്ങനെ അപ്പൊ പറഞ്ഞു 3000 എഴുതരാം. ഓനും പിന്നെ 2 ഹെൽപ്പർമാരും. ഒരു ദിവസം എത്ര ഫൂട്ട് കുയിക്കും ചോദിക്കും? കേശോ ഫൂട്ടും
how to Swahili Wasiku. one day wasiku unaweza chimba futi tatu pagumu sana pale mahali. ഒറ്റ ദിവസം കൊണ്ട് 3 ഫൂട്ട് ഉണ്ടാക്കും. അപ്പോൾ അവന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എത്രയായി? 3000. ഒരാൾക്ക് 3000. അല്ല, ഒരു ഫൂട്ടിനാണ് 3000. ഒരു ദിവസം 3 ഫൂട്ട് കുഴിക്കും, 3 അടി. അപ്പോൾ അവന് 3000 ആണെങ്കിൽ 9000 ഒരു ദിവസത്തെ കൂലി. അതല്ല, ഇങ്ങനെ ഒരു കിണറിന് ഉണ്ടാക്കാൻ അവൻ പറഞ്ഞത് 1 ലക്ഷം എന്നാ പറഞ്ഞത്. ഇപ്പൊ നമ്മളെ ചാമ്പകത്തെ നമ്മൾ ഓൽക്കൊരു കിണർ ഉണ്ടാക്കി കൊടുക്കല്ലേ. അതാണ് ഇപ്പൊ അവരോട് പറഞ്ഞത്. ആ പറഞ്ഞപ്പോഴാണ് പോന് 3000 ആക്കിയത്. നമ്മള് ഇതിന്ന് വെള്ളം കൊണ്ടുപോകില്ല അറിയവരൊക്കെ, നമുക്ക് ബിസിനസ്സും അല്ല. വി ആർ ഹെൽപ്പിംഗ് യു. Anasema tuanze na futi 10 na pengine waza kwa ukachimba alafu maji ikawa kule. Maji Ikawa imeisha wapi? Kule sasa. Kule. Unaweza chimba. മരി വാങ്ങ കൊടുക്കണ്ട വരെ പോയിക്കോളി. Lakini വാങ്ങാ കൊടുക്കണം പോയിക്കോളി. Depende na pale mahali. പണിക്കാർ പണി സാധനങ്ങളും കൊണ്ട് ഇറങ്ങി. ഫുൾ ഡ്രസ്സിൽ, ഫുൾ കോസ്റ്റ്യൂമിൽ തന്നെ. എന്ത് പണിക്കാർ? കിണർ പണിക്കാർ ഇറങ്ങിയിരുന്നു. നേരം വന്നിട്ടൊക്കെ അതെ 800 കിട്ടിയാ കിട്ടിയില്ലേ. ഇവിടെ ഇപ്പൊ കുറെ ആളുകൾ മലയാളീസ് ഇതേമാതിരി കുഴിച്ചിട്ട് ഖനനം ചെയ്യുന്നുണ്ട്. നമ്മൾ വെള്ളത്തിന് വേണ്ടി ഖനനം ചെയ്യുന്നു, പലരും സ്വർണ്ണത്തിന് വേണ്ടി ചെയ്യുന്നു. അതെ, ഏറ്റവും വിലപിടിപ്പുള്ള സാധനം വെള്ളം. അതാണ്. അപ്പൊ കുഴിച്ചു നോക്കുക, കിട്ടിയാ കിട്ടും. പക്ഷെ കണ്ണൂണിക്കാർ വലിയ സെറ്റപ്പിലാ പോക്ക്. ഹൈക്കോട്ടിന്റെ തല പിടിക്കാൻ അറിയോന്നാവോ? അവിടെ എത്തും വരെ എന്തൊക്കെ പണി നടക്കും എന്നുള്ളത്. നമ്മള് പണിക്കാർ വന്നാ മതി. 6 മണിക്ക് വരാൻ. മാംഗോ സീസൺ അല്ലല്ലേ? പട്ടത്തില് വെട്ടി ചുരുക്കാക്കി വെച്ച പോലത്തെ മാംഗോ തോട്ടം. അത് കഴിഞ്ഞേക്ക് മറ്റേ കൃഷി എന്താ സംഭവം, ചോളം. ഇവിടുത്തെ കഷ്ടപ്പാടിന്റെ നമ്മളെ ഒരു 5:30 നേരത്താണ് നമ്മള് പിന്നെ ഇവരോട് ഫുഡിന് വിളിക്കാൻ പറഞ്ഞത്. അതായത് മെക്കാനിക്കിനെ 1 മണിക്കൂറിന്റെ വരാറിന്. അവൻ പറഞ്ഞത് 7 മണിക്ക് വരാന്ന്. അപ്പൊ സമയം റോട്ടില് അവിടെ വർത്താനം പറയുന്നുണ്ട്. പിന്നെ വേഗം വന്ന് 10 ഭിത്തി പൊളിക്കാൻ നിൽക്കണം അവനോടെ. ഓനത് കഴിഞ്ഞ് കണ്ട് ഓന്റെ 7 മണിയാകുമ്പോത്തിന് പിന്നെ ഓല് തിരിഞ്ഞു പോകും. അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് വരാം. അപ്പോഴും ഓൽക്കും വേണ്ടി ഉണ്ടാക്കുകയാണെന്നുള്ള ബോധമോ അതൊന്നുമില്ല. എന്റെ കഴിഞ്ഞാണ്ട് വന്ന് ചോദിച്ച പൈസ 1 ലക്ഷം. നിങ്ങളാകെ പ്രതീക്ഷയല്ലോ നമ്മൾ ഇന്നലെ കിണറ്. അതുകൊണ്ടാണ് ഇവിടെ നിട്ട് പോകാൻ തോന്നാത്തത്. അല്ല, എപ്പോഴോ വിരാന്ത് പിടിച്ചിട്ടുണ്ട് ഇറ്റോളെ കളി കണ്ടിട്ട്. വെള്ളം ഇത് കുറെ കൂടി കയറി വന്നിട്ടുണ്ട്, കുറച്ചും കൂടിയൊക്കെ. അതായത് 2-3 ബക്കറ്റൊക്കെ ഉള്ള വെള്ളമായി. ഇന്നലെ രാത്രിക്കത്തെ മൊത്തം കുറെ വെള്ളമാണത്. നമ്മളിത് 6 മണിക്ക് വരാൻ പറഞ്ഞിട്ട് 7:30 ഇതുവരെ കിണറുത്തുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങളെ മെയിൻ ലക്ഷ്യം ഇന്ന് ഇവിടെ ഈ ഒരു കിണർ അതൊരു കിണറാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ നാട്ടിൽ മൊത്തം ആൾക്കാർക്കുള്ള വെള്ളം ഇവിടെ നിന്നാണ് ഇവർ മുക്കിക്കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ നാട്ടുകാർക്ക് ഓൽക്കും വേണ്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് തന്നെ ഓൽക്ക് ഇതുവരെ ഒരു പെണ്ണുങ്ങൾ വെള്ളം മുക്കാൻ വേണ്ടി വന്നിക്കണെന്നല്ലാതെ പണിക്കാർ ഇതുവരെ എത്തിയിട്ടില്ല. ഓലോട് ഇന്നലെ ഞങ്ങൾ പഠിച്ച പണി പറഞ്ഞിക്കണ്, ഇത് നിങ്ങൾക്കും വേണ്ടിയാണ്. ആണുങ്ങൾ അറിയണില്ലതേ ഇത് എവിടുന്ന ഈ വെള്ളം വരുന്നത്, എങ്ങനെയാണ് ഈ വെള്ളം ഉണ്ടാക്കണമെന്നോ. ആ ഒരു ഇത്തിരി ഒരു കപ്പ് ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞാണ്ട് അതെടുത്ത് കണ്ടാണ് വലിയ വീട്ടിൽ കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. അതാണ് ഓന പൈസക്ക് തന്നെ വില പേശേണ്ടില്ലേ. ആദ്യം ഓനൊരു കിണറുത്താൻ 1 ലക്ഷം അവൻ്റെ കൂലി. അതന്നെ 1 ലക്ഷം റുപ്യ മൊത്തം പണിക്കുന്ന പറഞ്ഞത്. പിന്നെ പറഞ്ഞാണത് കുറച്ച് നമ്മൾ ഇറങ്ങിത്തരാം, നാട്ടുകാർ മൊത്തം എല്ലാവരും ഇറക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനമാണ് 10,000 ഉറപ്പിച്ചത്. 10,000 എന്ന് പറഞ്ഞാൽ മൊത്തം അല്ലേ, ഒരു കിണറാക്കാനും ഒക്കെ. എവിടെ ഇവലിപ്പൊന്നും വന്നിട്ട് നടക്കും തോന്നണില്ല. ഇവരൊക്കെ എല്ലാവരും പ്രതീക്ഷയിലാണ്. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വരുന്നില്ല, തീരെ വരുന്നില്ല പറഞ്ഞാൽ പിന്നെ നമുക്ക് പോകും വേണ്ടി വരും. കാരണം നമുക്കിവിടെ വെറുതെ നിന്ന് സമയം കളയാനില്ല.
ഓല് അതിൻ്റെ കൈക്കോട്ടും ഓലോട് 5-6 കൈക്കോട്ടും മറ്റേ തൂമ്പയും മറ്റേ എന്തായാലും പറയാ കോരി അതൊക്കെ എല്ലാം കൂടെ എടുത്ത് വരാൻ വന്നതാ. ഇതുവരെ ഓൽക്കും ഇങ്ങോട്ട് വരാനായിട്ടില്ല. അതിലേക്ക് വെള്ളം നിറച്ചിക്കണല്ലേ. അപ്പൊ ഈ മാമ നോക്കുന്നുണ്ട് ആരാണ് ഇത് കൊണ്ടുപോണ്. ഓണറേ ഇവരാണ് ഇതിന്റെ ഓണർ. വെക്കാൻ വേണ്ടി വേണം. ഇത്തിരി വെള്ളം എടുത്തിട്ട് അത് ക്ലീൻ ചെയ്തു. ആ വെള്ളം തന്നെ മറ്റേ ബക്കറ്റിൽ വെച്ച് ആ ബക്കറ്റിൽ ക്ലീൻ ചെയ്തു. Mama, nenda mimi nenda yo fundi nyumba yo fundi angalia kula hiyo ela sorry time problem no time നമ്മളെ മൂടി സഹീതി വെച്ച് കണ്ട് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കുക. ഓലോടെല്ലാം സെറ്റാക്കി ഓലെ വീട്ടിൽ പോയൊക്കെ എല്ലാം നടക്കില്ല. അതെല്ലാം എൻ്റെ വരാം. നിങ്ങളതാ നമ്മളെ കിണർ പണിക്കാരൻ്റെ വീട്ടിലെത്തിട്ടോ. പെണ്ണുങ്ങൾ പറയണോ രാവിലെ തന്നെ പോയിക്കണത്. അവിടേക്ക് എത്തിയിട്ടില്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല. ഓൻ്റെ അടുത്ത് തേങ്ങണ ഓന് ചിലപ്പോൾ ഫോണ് താഴെ വെച്ചിട്ടുണ്ടാവും. തേങ്ങണ പരിപാടി ഉണ്ട്. തെങ്ങ് വെച്ചിട്ടുണ്ടാവും. നല്ല ആളാണ്. ഓനൊക്കെയാണ് നമ്മൾ പണിക്ക് ഏൽപ്പിച്ചത്. ഇപ്പം എന്താ സംഭവം ഐഡി കിട്ടുന്നുണ്ടല്ലോ കോഴിക്കോടൊന്നും. ഇങ്ങനെ തന്നെ ഓലൊരു പണിക്ക് ഏൽപ്പിച്ചിട്ടേ ഓലെ നാട്ട് അതെ ഓനാദ്യമേ പറഞ്ഞിക്കണേ ഓന് പണിക്ക് കിട്ടൂല. അല്ല ഓനെ കൊണ്ട് കഴിയണോ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്. വീട് ഇങ്ങനെ കേട്ടോ. ഈ നുമ്പയാക്കോ ഞാഞ്ചേ ഇതാണ് പോലെ വീട്. Iyo bedroom, iyo sitting room, nahi bedroom. My bedroom. Okay, good. And then This one? my ladies. Okay, kids. Kids in the room. 2 room. ഇങ്ങനെയുണ്ട് പോലെ വീട് കണ്ട പോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു. കൊതുകുകാല വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. നല്ല കൊതുകുണ്ട് ഇവിടെ. ഇതൊക്കെ സാധനങ്ങൾ. കിച്ചൺ. അയ്യോ കിച്ചൺ. അതാ കിച്ചൺ. ദിസ് വൺ. ഇതും കിച്ചണാണ്. ഇത് അടുപ്പാണ് പോലെ. ദിസ് വൺ. ഓക്കെ. ഇത് ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു നായ ഉണ്ടായിരുന്നു ഇന്നലെ വന്ന. അപ്പം അതിൻ്റെ കൂടാന്ന് കരുതിയിരുന്നു. പക്ഷെ അത് കിച്ചണാന്നാ പറയുന്നത്. ഇതിനുള്ളിൽ ഇപ്പോൾ എങ്ങനെ കിച്ചൺ ഇത് കിച്ചണാന്ന്. ഓക്കെ. ഫസ്റ്റ് ബോൺ സെക്കൻഡ് ബോൺ ഒക്കെ സെക്കൻഡ് ബോൺ വാപ്പി. ഇത് ഫസ്റ്റ് ബോണിന്റെ വീടാണ്. ദിസ് വൺ. This one? Yes, grade 8. ഇതാണ് ഓക്കെ. യു ആർ ബിൽഡിംഗ് നൗ. ഓക്കെ. ഇത് ഇങ്ങനെയായിട്ട് വീടുണ്ടാക്കണത്.
ഇതൊരു വീട് ഉണ്ടാക്കാണ് കണ്ടോ. ഇത് ഇനി ഇങ്ങനെ ആക്കി മാറ്റും. Stay here in second. So how many kids you have? Total. Boys and one girl. Okay, this one boy, big boy, Big boy. and second boy, and the third girl with you in the house. കിച്ചണും ഏകദേശം ആ സ്റ്റൈലിൽ തന്നെ. ഇത് വൈകാതെ കിച്ചണായി മാറും. ഓക്കെ. ഇപ്പൊ ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഇത് ഇനി കിച്ചണാക്കി മാറ്റും, മണ്ണൊക്കെ തേച്ചുകൊണ്ട്. നമുക്ക് പോയി നോക്കുക. ഇല്ല, ഇവനെ കിട്ടും തോന്നുന്നില്ല. The clothes, then You may do a small dance. Wow. hello, give me the song dance. പാട്ടിട്ട് കൊടുക്കാനേ. ഓക്കെ, നിങ്ങൾ എടുക്കി. അവിടെ ചെങ്ങാഴ്ച ഏത് അടുപ്പിലിനി രാവിലെ തന്നെ അങ്ങനെ വരിക. അവസാനം മൂപ്പരെ പെരയിൽ പോയി ഞങ്ങൾ പൊക്കിയെടുത്ത് പോന്ന്. കുറേ നേരം വെയിറ്റ് ചെയ്തു. 6 മണിക്കെന്ന് പറഞ്ഞത് ഇപ്പോൾ 8 മണി കഴിഞ്ഞു, 8:15. ഇപ്പോൾ അയാളവിടെ എത്തി പണി തുടങ്ങി. ബാക്കിൽ വരുന്നുണ്ട്. ഇതാണ് കുണ്ടി, നമ്മളെ ഡാൻസ് മാസ്റ്റർ. Your name? Dance on drama. Dance on drama. Your name? Oh, dance on drama. അതൊരു പേര് കേട്ടോ. ബാക്കിൽ നമ്മളെ പൂണ്ടി, അതായത് നമ്മളെ കിണർ പണിക്കാരൻ എൻ്റെ വീട്ടിൽ പോയി വലിച്ചു കൊണ്ടുവന്നു. അത് വെയിറ്റ് ചെയ്തു തന്നെ. അവന് ഇതുവരെ ഇല്ലാത്തൊരു ഉന്മേഷം അവന് ഇവിടെ എത്തിയപ്പോൾ. ഓനെ കൊണ്ടുള്ള പണി 2 മണിക്കൂർ 2.5 മണിക്കൂർ വെറുതെ പോയത്. ഇനിയിപ്പോൾ വെറുതെ ഇവിടെ കളിച്ച് നിൽക്കാൻ മതിയായിരുന്നു. അതുപോലെ പശുവിനും അവർക്ക് കൊടുക്കുന്ന വെള്ളാട്ടത്. അവിടെ നമ്മളെ കാത്ത ആൾക്കാരുണ്ട്. പണിക്കാരെല്ലാத்தைയും നാട്ടുകാരെ മൊത്തം വിളിച്ച് വരാൻ പറഞ്ഞിട്ടോ. ഒന്നും കാണുന്നില്ല കേട്ടോ. നമുക്ക് ഇന്ന് ഒറ്റ ദിവസമേ ഉള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് തീർത്ത് ഇവിടുന്ന് പോകണം എന്നുള്ളതാണ് നമ്മളെ പ്ലാൻ. ഈ ഒരു പറമ്പിൻ്റെ സെൻറ്ററിലൊക്കെ കണ്ടത് എന്നും എല്ലാവർക്കും നാട്ടുകാർക്ക് തുറന്നു കൊടുത്താൽ മതിയായിരുന്നു. കേട്ടോ ഇങ്ങനത്തെ വിൽക്കാതെ നമ്മളെ നാട്ടിലത്തെ പോലത്തെ കൈകോട്ടില്ല. അതുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പരിപാടി കൊത്തി തീർക്കുക. ഇതുകൊണ്ട് ഇങ്ങനെ കയ്യിൻ്റെ പവർ, നല്ല പവർ കൊടുക്കണം. നല്ല വേദന വരും കൈ. Kwa mahali wako kunyesha mvua ili fimbo litafunikwa na maji. Sasa kuna mahali kwingine wameonyesha kule ukachimbe kule. Nini? Hii kisima. Kine wame appreciate wakachimbe. Mahali kwingine wameonyesha wachimbe mahali kwingine, sio hapa. Hapa kuna wakati wa mvua ikinyesha, hii chimbo yote inafunikwa yote. Inafunika na mvua. Kama mvua imenyesha, hii chimbo. Sasa ikinyesha, maji mengi yanakuja kutoka huko juu. Sasa tunachimba maji hii. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാലേ, ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കിട്ടുന്നുണ്ടല്ലോ. ഇത് ഇവിടെ നോട്ടെ, നമുക്ക് അപ്പുറത്ത് വേറെ കിണർ കുത്തി കൂടെ. അപ്പോൾ നമുക്ക് എത്ര വിശ്വസിക്കാൻ പറ്റും? അവിടെ കിണർ വെള്ളം കിട്ടിയില്ലെങ്കിലോ? സ്കൂളെ മാജി ഇപ്പോൾ I think ഇതെല്ലാം അല്ലേ? ആണോ മേക്ക് കുബുവ ഉണ്ട് എന്ന് പോലും പറയും. പക്ഷെ ഇല്ലെങ്കിലോ നമുക്ക് പറഞ്ഞില്ല. ആനോ ആപ്പ മേക്ക് കുബുവ. അതെ, ഞാൻ പറഞ്ഞു. ആ പറഞ്ഞപ്പോഴാ പറഞ്ഞു ഇതിവിടെ കിണറ്റത്തെ വെള്ളം ഫുള്ള് കോരി തീർക്കാണ്. ചില 2-3 ബക്കറ്റ് വെള്ളമുണ്ട്. ഒരിക്കൽ ഒഴിവാക്കിയിട്ട് അപ്പുറത്ത് വേറെ കിണർ കുത്തിയാലോ എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം. പക്ഷേ അപ്പുറത്ത് വെള്ളം ഉണ്ടാവുമോ ഇല്ല എന്നുള്ള ഉറപ്പില്ലല്ലോ. വെറുതെ നമ്മൾ പണിയെടുത്ത് വെറുതെ ആവില്ലേ. ഇതിൽ പോലും പറയണ്ടേ ഇവിടെ എത്രയെങ്കിലും വെള്ളം കിട്ടുന്നുണ്ട്. അപ്പുറത്ത് കുത്തണല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ചു. വേണ്ട എന്നാൽ മതി. മുക്കിയ വെള്ളം എന്തേ ചളി വെള്ളമാണ് അവര് ഓരോ ക്യാനിലേക്ക് കണ്ടോ. ഇതിങ്ങനെ ഓരോ ക്യാനിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ പിന്നെ ഓരോ ഫാമിലിക്ക് കൊണ്ടുപോകും തോന്നുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഓണറായിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ ഓണറായിട്ടുള്ള മാമ ഫുൾ ടൈം ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഓരോന്നിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുക. നമ്മളെ കിണറിന്റെ ഉദ്ഘാടനം കഴിക്കാൻ പോട്ടോ. ഫസ്റ്റ് കുത്താൻ പോട്ടോ. അങ്ങനെ നമ്മൾ ആഫ്രിക്കയിലെ ആദ്യത്തെ കിണറിന്റെ ഉദ്ഘാടനത്തോ ഫസ്റ്റത്തെ കുയിക്കൽ ഞാൻ കുയിക്കാൻ പോവാണ്. കെനിയയിലുള്ളത് മൊംബാസയിൽ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ മുതലാളി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു വട്ടം പറഞ്ഞു കൊടുത്തിരുന്നു. കിണർ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ദേ വെള്ളം വന്നു. അപ്പോഴേക്ക് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളമുണ്ട്. ഇത് തെറ്റാ ഇത് വൈകുന്നേരം ഇത് നല്ല ആയത്തിൽ കുഴിച്ചോട്ടുമല്ലേ. കിണറിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സൈഡിൽ മറ്റേ ഇത് കിട്ടൂലേ നേരെ കോരി അതിനുള്ള മരം വെട്ടാൻ വേണ്ടി കാട്ടുകൂടെ നടന്നുകൊണ്ടിരിക്കുക. മരം തപ്പി വേണ്ടിയില്ലേ, നല്ല പിക്കാസ് കിട്ടിയാണ്. നല്ലൊരു മരം ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ ഏതാ വെട്ടണ്ടേന്നുള്ളതാണ്. മുള്ളുണ്ട്. ഓല് വലുത് കാണിച്ചിരുന്നു. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ കേട്ടോ. ഇത് വലിയൊരു തടി ഇല്ല. തടി ഉണ്ട്, അങ്ങനല്ല. മരം കൊമ്പൊന്നും അധികം വെട്ടാനൊന്നുമില്ല. സ്മോൾ, നോട്ട് വെരി ബിഗ്. ഇത് കട്ടി കുറവാ. ഇത് മതി. ദിസ് വൺ ഈസ് ഓക്കെ. ഇത് ചെറുതാ. This one is 1,000. മറികളാ. വെയിറ്റ്. കാലെടുത്താളാ. അപ്പൊ ഞങ്ങളെ മരം സെറ്റ്. ആ മരം ആ പെണ്ണുങ്ങളെ കൊണ്ടുപോകണം കേട്ടോ. ആണോ? തൊഴിലിറങ്ങി അയം കൂടിയാലോ? വെള്ളം കൂടിയാലോ? സെറ്റ് കേട്ടോ. ഇവിടുത്തെ പൈസ അല്ല. ഇവല് പണി തുടങ്ങിയപ്പോ തന്നെ പൈസ ഞങ്ങൾ രണ്ടാളും കൂടി പോകാൻ അയച്ചില്ല. 3 മണി അയച്ചുണ്ട്. ഓരാണ് ഈ കിണർ ചെറിയൊരു ഇതാക്കിയിട്ട് വെള്ളം കണ്ടേക്ക് നിർത്താനുള്ള പരിപാടി. ഞങ്ങൾ പറഞ്ഞാൽ പറ്റൂല. നല്ല ആയത്തിൽ കുത്തണം. എന്താ പറയുക, ഓൽക്കും വേണ്ടി കിണർ കുത്തണത് തന്നെ ഓൽക്കും മടി. ഞങ്ങൾ മുങ്ങാൻ വിചാരിച്ചുകൊണ്ട് ഞങ്ങളെ പിടിച്ചേക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ വില കോലം. ഇന്നലെ ഞങ്ങൾ റോട്ടിലിട്ട് തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ച ആൾക്കാരാണ്. ഓൽക്കും വേണ്ടിയാ കുത്തി കൊടുക്കണമെന്നുള്ളൊരു ബോധം ഓൽക്കില്ല. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു മനസ്സിലാക്കും. ഇതെന്തിനാണ് ഇത് ആയം കൂട്ടാൻ പറഞ്ഞത്, എന്തിനാണ് ഈ കിണറുത്താൻ പറഞ്ഞത് എന്നൊക്കെ.
ഞങ്ങള് പിന്നെ ഈ നേരത്തെ വെള്ളം കൊണ്ടുപോകുന്ന ആൾക്കാരെ അവരോട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിണർ കുത്തി കഴിഞ്ഞ് വെള്ളം ഊറിയിട്ട് വേണ്ടി വരും അല്ലെങ്കിൽ ഓൽക്ക് വെള്ളം എടുത്ത് കൊണ്ടുപോകാൻ. കോലുണ്ടൊക്കെ റെഡിയാ. ഓനിപ്പോ നമുക്ക് പൈസ നമ്മൾ 10,000 പറഞ്ഞിരുന്നത് ഇപ്പൊ ഇങ്ങനെ എൻ്റെ ഭാഷയിൽ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ 10 പോരാ 20 ആണെന്ന്. ഇതൊക്കെയാണ് പോലെ കഥ. Hakuna. Hakuna ukatoa pesa. Lete mimi no hakuna chakula. Lete. Nyumba yako hiyo nyumba yako. Nyumba yangu India. Nyumbani wapi? Hiyo. Lala hapa. Hakuna shida. Lete kula. Lete kula. Hakuna pesa. Unataka pesa? Unataka pesa nini? Matatizo sana. Nakuwa na nguvu, nafanya kazi. Hiyo sio kazi, hiyo yako, ya maji yako. Alafu ndio apate pesa. Nataka pesa. Kula kwanza, alafu na kazi. ഓൽക്കിഞ്ഞ് ഫുഡും എല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കണമെന്ന്. നല്ല ആൾക്കാരാ. ഞാൻ പറഞ്ഞു ഇത് നിങ്ങളെ നാട്, എൻ്റെ നാട് ഇന്ത്യയാണ്, ഇവിടെ നമുക്ക് വീടൊന്നുമില്ല, ഇതന്നെ നിങ്ങളെ വീട്. ആയിക്കോട്ടെ, നിങ്ങളെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുക പറഞ്ഞപ്പോൾ ചിരിക്കുക. ഓർക്ക് ഫുഡ് ഓല പൈസ ഒക്കെ നമ്മൾ തന്നെ. ഓലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കാണ്ട് ഫുഡ് കിട്ടും എന്ന് വിചാരിച്ചിരുന്ന നമ്മൾ പൊട്ടന്മാര്. കിണർ ഉഷാറായിട്ടോ. Hii sawa? Hii sawa. ഇങ്ങനത്തെ ഉള്ള ഇത് നോക്കിക്കൊണ്ട് തന്നെ കട്ട് ചെയ്തിക്കണ്. അതേമാതിരി അപ്പുറത്തും കിണറിൻ്റെ സൈഡിലുള്ള തൂണ് വെച്ചിടാൻ കല്ല് വെറുക്കാൻ ഇറങ്ങിയതാ. ഒരു വെറൈറ്റി കല്ല്. ഇത് തീരെ ഉറപ്പില്ല. ഈ പവിഴപ്പുറ്റ് അല്ലെങ്കിൽ മണൽപ്പുറ്റ് എന്നൊക്കെ പറയണ പോലുള്ളൊരു ടൈപ്പ് കല്ല് കേട്ടോ. തീരെ ഉറപ്പില്ല. ചോക്കൊക്കെ പോലുള്ള വെള്ളപ്പൊടി അവിടെ അതാ അങ്ങനത്തെ കല്ലുകൾ കൂട്ടിയിട്ടാണ് റോഡിൻ്റെ അങ്ങേ സൈഡ്. അപ്പം അതെടുത്ത് അതിനോട് കുറച്ച് നിറച്ചു എടുത്തിട്ട് കൊണ്ടുവരിക. നമ്മളെ കോല് വെച്ചിട്ടാണ് സൈഡിൽ കിണറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒപ്പം തന്നെ എല്ലാം കൂടെ ചെയ്യിച്ചാലേ അത് തീരുള്ളൂ. ദിൽഷാദിനെ ക്യാഷ് ചേഞ്ച് ചെയ്യാനും പിന്നെ കൊട്ടയും കയറും കപ്പിയും കയറും വാങ്ങാൻ വിട്ടിട്ടുണ്ട്. നമ്മളെ രണ്ടാമത്തെ സൈഡിലുള്ള കോലേ പിന്നെ അതിൻ്റെ വാർപ്പിനുള്ള കല്ല് എടുത്തു കൊണ്ടുപോകും. തൊടുവിൽ മൊത്തം നടന്ന് സ്വരൂപിച്ചുണ്ടാക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി കിട്ടിയിരുന്നു. മതിയാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി കിട്ടിയിരുന്നു. അത് ഉറപ്പിക്കുക. ഒരു സൈഡ് ഉറപ്പിച്ചു, മറ്റേ സൈഡ് ഉറപ്പിക്കുക. പിന്നെ മേലെ വെക്കാനുള്ള ഇത് വേറെ ഉണ്ടാക്കിയിരുന്നു. കപ്പിങ് കയറും വന്നാൽ
അപ്പോഴേക്ക് ഏകദേശം കിണറിൻ്റെ പണി തീരും. പിന്നെ ഇത് ഫിറ്റ് ചെയ്യുക, കിണറൊക്കെ ബാക്കി പിന്നെ പോലെ മെല്ലെ മെല്ലെ സൈഡ് പടവും ഇതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഈ മണ്ണുകൊണ്ട് തന്നെ സൈഡൊന്ന് കൊടുക്കണം എന്നുണ്ട്. ഇപ്പം തന്നെ മതി എന്നുള്ള ഒരു കോലത്തേക്ക് എത്തിയിരിക്കണ്. പോലെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സൈഡ് പടവും കൂടി ഒന്ന് ഉണ്ടാക്കണം. ഇവിടെ കല്ല് പടവിടെയും കിട്ടുന്നുണ്ടെങ്കിൽ കല്ലും കൂടി വെച്ച് കൊടുക്കുക. കല്ല് കിട്ടില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം ഈ മണ്ണുകൊണ്ടെങ്കിലും പഠിപ്പിക്കണം എന്നുണ്ട്. ഇതുപോലെ പറയണ പോലെ ഓലയുടെ ഇൻട്രസ്റ്റ് പോലെ ആയിരിക്കും ഉണ്ടാവുക. കോലിൻ്റെ ഇത് കുത്ത തുടങ്ങി. കേട്ടോ അതുപോലൊക്കെ ഉറപ്പിച്ചു, സിമെൻ്റൊക്കെ ഇട്ട് ഉറപ്പിച്ചു. ഈ ഇത് കണ്ടോ, ഇവിടുത്തെ മണ്ണ് പെട്ടെന്ന് ഉറക്കുന്നുണ്ട്. വെള്ളം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി കിട്ടുകയാണ്. സൈഡ് ഫിനിഷിങ് വർക്കാണ്. സൈഡ് ഫിനിഷിങ് മുകൾ ഭാഗം പിന്നെ പഴയ ഒരു ആ ഭാഗം അങ്ങനെ തന്നെ കിടക്കുകയൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ താഴ്ഭാഗം ഉള്ള ഭാഗം മുഴുവൻ മൊത്തം ഒരു ഫിനിഷിങ് ചെയ്തിട്ടേ ഒരു വൃത്തിയാക്കാനുള്ള പരിപാടി. വെള്ളം കണ്ടോ, വെള്ളം ഒരു 10 മിനിറ്റ് ഒരു പണി നിർത്തിയപ്പോഴേക്ക് വെള്ളം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി കയറിയുണ്ട്. സൈഡ് ഫിനിഷിങ് അത്യാവശ്യം താഴത്തേക്ക് എത്തി. നല്ലൊരു ആണോ, ഒരു ഏകദേശം റൗണ്ട് ഷേപ്പായിട്ടുണ്ട്. നമ്മളെ ഇത് റെഡിയാണ്. നമ്മളെ കോരി പോയ സ്ഥലത്ത് കിട്ടിയില്ല. അപ്പം ഇനിയിപ്പോൾ ഒരു കോരി വാങ്ങാൻ വേണ്ടി ഇപ്പുറത്തുള്ള ഷോപ്പിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ലോങ് പോയിട്ട് കിട്ടിയില്ല. പിന്നെ ഇവിടെ ഉള്ളത് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി, അൽഹംദുലില്ലാഹ്, ഞങ്ങളെ പരിപാടി സക്സസ്സാണ്. വെള്ളം എന്തായാലും ഇവർക്ക് ഈ ഗ്രാമത്തിന് കുടിക്കാനുള്ള അത്യാവശ്യം വെള്ളം നല്ലൊരു ഇതിൽ തന്നെ ഇവർക്ക് കിട്ടും. കാരണം വെറും 2 അടി 3 അടി 2.5 അടി മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം 9-10 അടിയിലേക്ക് താത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3 അടി എന്നുള്ള 7 അടിയോളം ഹൈറ്റിൽ എന്തായാലും വെള്ളം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ കുടിക്കാനും എല്ലാത്തിനുള്ള വെള്ളം കിട്ടും. ഒരു കപ്പിങ് കൂടി ഉണ്ടായാൽ ഇത് ഈ മണ്ണില്ല, ഈ മണ്ണ് ഭയങ്കര സ്ട്രോങ്. അത് കണ്ടില്ല, എൻ്റെ കൈമലൊന്നും പറിച്ചിട്ട് പോകണില്ല. ആ ജാതി കാലൊക്കെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടേ അച്ചാതി സ്ട്രോങ് സാധനമാണ്. അത് വെച്ചിട്ടാണ് ഈ സൈഡിൽ കല്ലും ഇതൊക്കെ ഇട്ടിട്ട് അമർത്തി ഈ പോസ്റ്റായിട്ട് ഉറപ്പിച്ചിട്ട് നല്ല സ്ട്രോങ്ങിൽ തന്നെ. ഇതുള്ള ഈ ഒരു ഏരിയയിലെ ഇവിടുത്തെ കണ്ടോ, ഇതൊക്കെ നേർത്തിട്ടത് അവിടെ ഉറച്ചുകളുണ്ട് ജാതി സാധനം. സൈഡും കൂടി ഒന്ന് ഇതാക്കണം. ഇവിടുത്തെ വീടുകളുണ്ടില്ലേ, നല്ലൊരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഗ്രാമം കേട്ടോ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ സിംഹവും ഇതൊക്കെ ഉള്ള കാടാണ്. അപ്പോൾ കാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളൊരു ഗ്രാമമാണത്. ഇവിടുത്തെ വീടുണ്ടോ, നമ്മളാ മറ്റേ വല്ല വീട്ടിലേക്ക് പോയില്ലേ, അതൊക്കെ കല്ലൊക്കെ ഇട്ട് കാണും കൂടി ഇതാക്കിയിരുന്നു. ഇതാണ് പോലെ ടോയ്ലറ്റ്, ഇവിടുത്തെ ടോയ്ലറ്റ്. അത് ഇവിടുത്തെ വീടുണ്ടോ, നല്ല നമ്മളെ പല വീടുകളിലുള്ള ടൈപ്പ് തന്നെ. അതായത് ആ മണ്ണ് വേണ്ടില്ലേ, നമ്മളവിടെ ഉള്ള ആ മണ്ണാണിത്. അത് കൊണ്ട് പടുത്താണ്. അപ്പം അത്രയും സ്ട്രോങ് സാധനമാണ് ആ മണ്ണ്. വീടുണ്ടില്ലേ, എന്താ രസം അല്ലേ. വീടും അവരെ പശുവിനെ വളർത്തുക, പിന്നെ ആടിനെ വളർത്തുക, അതൊക്കെയാണ്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ആടിനെ കണ്ടില്ലല്ലോ. ആടുണ്ടാവുമല്ലോ, ആടില്ലാത്ത കളിയില്ല. ആടും പശുവും ഇല്ലാത്തൊരു കളിയില്ല. ഇവരെ വീട് അടിപൊളിയാണല്ലോ. ഈ മുറ്റം വരെ അവരൊരു സ്റ്റാറൊക്കെ പുല്ല് ചെത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഡിസൈൻ ഉണ്ടോ, നല്ല ഡിസൈന്. എന്താണ് ഇപ്പോൾ നമ്മളെ മായാവിനെ പോലെ ഉണ്ടല്ലോ, മായാവി മൈക്കും പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ജനലുണ്ടോ, അതായത് ഒരു ഗ്രില്ല് അതന്നെ. മനോഹരമായിട്ടുള്ള ഗ്രാമം. അവരെ ടോയ്ലറ്റ്, അതിൽ അവർക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ മൊത്തത്തിലുള്ളൊരു കിണർ. ആ കിണറാണ് ദൈവം സഹായിച്ചിട്ട് നമ്മളെ കൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത്.
രാവിലെ 6 മണിക്ക് വന്നിട്ട് ഓല് ഞങ്ങളോട് ഫസ്റ്റ് പറഞ്ഞെന്താ അറിയോ, 3 മാസം, പിന്നെ 2 മാസമാക്കി. 2 മാസവും 1,00,000 ഉറുപ്പ്യം. എന്നിട്ട് ഞങ്ങളിപ്പോൾ ആ താമസിച്ച സ്ഥലത്തുള്ള ആ കിണർ അവിടെ കൊണ്ടുപോയി ആക്കി തരേണ്ട വെറുതെ ഉണ്ടാവും. ഇത് 1,00,000 ഉറുപ്പ്യ ചിലവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടത്. അപ്പോൾ അതല്ല അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ഇവരോട് പറഞ്ഞു അവസാനം എന്ത് ചെയ്തപ്പോൾ 30,000 ആക്കി, പിന്നെ അത് 10,000 ആക്കി. അപ്പോൾ ഏതായാലും 10,000-ന് എന്നിട്ട് രാവിലെ 6 മണിക്ക് വന്നിട്ട് വൈകിട്ട് വരെ പണിയെന്ന് പറഞ്ഞിട്ട് ഇത് സംഭവം വീണ്ടും കുറച്ച് ആയത്തും കൂടി എത്തിയപ്പോഴേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം കണ്ടുകൊണ്ടേ അതൊക്കെ ഇനിയിപ്പോൾ ഫില്ലാവാനുള്ള നമ്മളെ പുതിയ കിണറിന്. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങളെ കിണറിൻ്റെ പണി ഏകദേശം ഉള്ള. ഇനി കപ്പിട്ടാൽ മാത്രം മതി. സൈഡ് എന്ത് ചെയ്ത് നമ്മൾ തന്നെ എന്ത് ചെയ്ത് അങ്ങോട്ട് മണ്ണൊക്കെ ഇങ്ങോട്ട് വാരിയിട്ടിട്ടുണ്ടേ. ഏകദേശം ഒരു പടവ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടികൾ ഓടി ഒന്നും വീഴണ്ട, കുട്ടികളോട് അതിൻ്റെ അപ്പുറത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അതിനപ്പുറത്ത് നിൽക്കുക, പെണ്ണുങ്ങൾ വെള്ളം മുക്കണ പോലെ ആണുങ്ങൾ ആരാച്ചാലും ഇവിടെ നിൽക്കുക, ഇവിടുന്ന് വെള്ളം മുക്കുക എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. വെള്ളതേ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയും നിറഞ്ഞു കിട്ടോ. മിക്കവാറും 1.5 മണിക്കൂറാകുമ്പോഴേക്ക് അത്യാവശ്യം കയറും. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മളെ പരിപാടി വിജയിച്ചിരിക്കുകയാണ്, സക്സസ് ആണ്. വെള്ളം കാണുന്നുണ്ടോ? നല്ല വെയിലടിച്ചിട്ടേ കാണുന്നുണ്ടല്ലേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി വെള്ളം ഇപ്പം തന്നെ കയറിയിട്ടുണ്ട്. നമ്മളെ പടവ് ഇതാ താൽക്കാലിക പടവാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ഇങ്ങനെ പഠിച്ചുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ള മൺകൂന അത് വേറെ ഉണ്ട്, പിന്നെ ഓല് എടുത്ത് കളയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പിന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, ഇനി അപ്പം ഉണ്ടാക്കാം. ഓല് പോയി, പണിക്കാരൊക്കെ പോയി. പണിക്കാരിതാ അവിടെ ഇരിക്കുന്നുണ്ട് 2 എണ്ണം. കുട്ടികള് ഡാൻസ്, യു നോ ഡാൻസ്? ഡാൻസ് നോ? അപ്പോൾ ഇതാണ് നമ്മളെ കിണറിൻ്റെ വിദൂര ദൃശ്യം. ഒരു നാടിനും നാട്ടുകാർക്കും മൊത്തം വെള്ളം. ഈ കിണറും ഇതിൻ്റെ ഈ ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഞാനും ദിൽഷാദും കൂടെ തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ കിണറുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ സഹായിക്കാനോ സ്പോൺസർ ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അതുപോലെ ദിൽഷാദിൻ്റെ ഇതിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവരെ മാത്രം ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യും, അല്ലാതെ എല്ലാ സംഭാവനയും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. കാരണം നമ്മളെ കൊണ്ട് കഴിയുന്നത് മാത്രമേ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഇതുവരെ 1 മാസം അല്ല 3 മാസം എന്ന് പറഞ്ഞത് പിന്നെ 1 മാസം 2 മാസമാക്കി 1 മാസമാക്കി 10 ദിവസമാക്കി. അവസാനം ഞങ്ങളിന്ന് 8 ദിവസം കൊണ്ട് പരിപാടി തീർത്തു. അതും രാവിലെ 6 മണിക്ക് വരാൻ പറഞ്ഞത് അവർ വന്ന് പോയി 8:30 ആ 8:30 പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 11:30-12 മണിയാകുമ്പോഴേക്ക് 3 മണിക്കൂറുണ്ട്. കാരണം അത്രയും ആവശ്യമേ ഉള്ളൂ. നമ്മളവിടെ നിന്ന് പണിയെടുപ്പിക്കണം എന്നുള്ളൂ. നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ 1 മാസം 2 മാസം 3 മാസം എന്ന് പറയും. ഞങ്ങളുടെ 1 ലക്ഷം എന്ന് പറഞ്ഞ മാതിരി 1 ലക്ഷം പറയും. നമ്മളത് കൊടുക്കും, അവർ ചെയ്താൽ ചെയ്തു, ചെയ്തില്ല അത്രേ ഉള്ളൂ. നമ്മൾ നിന്ന് പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ ആ ഏരിയക്കും അവിടുത്തെ മണ്ണിനൊക്കെ അനുസരിച്ചാണ്. ഇവിടുത്തെ മണ്ണ് ഇങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടുണ്ട്. Iyo kama hii. Iyo hapa weke nini? Iyo first mimi. Gapati. പറഞ്ഞില്ലേ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. അതിപ്പോ ഉണ്ടല്ലോ ഇങ്ങനെ കലങ്ങി മറ്റേ വണ്ടി മഞ്ഞ. ഫസ്റ്റ് മാൻ ഈസ് നോട്ട് ഗുഡ്. ആ മഞ്ഞ കെട്ടിക്കോ, ഓക്കെയാണ്. ഇതേ വെള്ളം മൊത്തം ഒന്ന് കഴുകുകയാണ്.
കഴുകാൻ എല്ലാത്തിനും വെള്ളമായിട്ടോ മറ്റേത് പോലെ എത്ര നേരം Good for health. കുത്ത് മാത്രല്ല ബക്കറ്റ് ഇട്ടിട്ടും ഇട്ടിട്ടും ഒന്നും നിലത്തെത്തണില്ല. നല്ല വെള്ളമുണ്ട്. അത് ഒറ്റടിക്ക് 10-15 കയറിയതാ. അപ്പൊ ഇനി നല്ലോണം കയറും. ഈ അതുവരെ അതെ അതെ ഇതുവരെ കയറും. Take your photo. Take. Taking your photo. ഇങ്ങനത്തെ കുറച്ച് ചങ്കുകളാണ് എല്ലാ നാട്ടിലും വേണ്ടത്. Halo, ayam buka paket. Cinoa nama. I like it. Thanks. You take two because you are a dancer. Yes. Take Two. Nice sweets. ആരെയുണ്ടോ? ഞാൻ എടുക്കട്ടെ. Ayam buka paket. Apa? എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.